നമസ്കാരം, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ വീഡിയോയുടെ അടിയിലായാലും എൻ്റെ വാട്സപ്പിലേക്കായാലും മിക്ക ആണും പെണ്ണും യുവാക്കളൊക്കെ വന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അവരെന്നെ വിളിക്കുന്നത് നിഷ്കളങ്ക, പഞ്ചപാവം, പിന്നെ സൈലന്റ്, നിശബ്ദ ലേഡി, സൈലന്റ് ലേഡി വുമൺ എന്നൊക്കെയാണ്. സൈലന്റ് വുമൺ, നിശബ്ദ ലേഡി, നിഷ്കളങ്ക, അപ്രകാരമൊക്കെയാണ് അവരെന്നെ അഭിസംബോധന ചെയ്യുന്നത്. ഞാൻ നന്നായിട്ട് ദേഷ്യപ്പെട്ടിട്ടും ഒച്ചയെടുത്തിട്ടും പലരും എന്നെ അഭിസംബോധന ചെയ്യുന്നത് അപ്രകാരമാണ്. താനൊരു പഞ്ചപാവുവാടോ, നിഷ്കളങ്കതയാണ്, സൈലന്റ് ലേഡി, സൈലന്റ് വുമൺ, നിശബ്ദയായ പെൺകുട്ടി എന്നൊക്കെ പലരും വന്ന് അഭിസംബോധന ചെയ്യാറുണ്ട്. അതെ, നിശബ്ദയാണ് ഞാൻ. സൈലൻസ്, നിശബ്ദ വിപ്ലവകാരി എന്നൊക്കെ പറയാറില്ലേ, നിശബ്ദ കൊലയാളി എന്നൊക്കെ പറയാറില്ലേ, നിശബ്ദമായ വാചാലത, നിശബ്ദമായ വാചാലത എന്നൊക്കെ പറയാറില്ലേ. അതൊക്കെ നമ്മൾ സ്വയം അനുഭവിക്കണം. പലരും നിശബ്ദത എന്ന് ഉപയോഗിക്കുന്നത്, നിശബ്ദരാകൂ എന്ന് പറയുമ്പോൾ വായടച്ച് മിണ്ടാതിരിക്കൂ, അല്ലേ? നിങ്ങളൊന്ന് മിണ്ടാതിരിക്കൂ, നിങ്ങളൊന്ന് നിശബ്ദമാകൂ. അപ്പോഴവരെന്ത് ചെയ്യും? വായടച്ച് നാവടച്ച് ഇങ്ങനെ ഇരിക്കും. അതൊന്നുമല്ല നിശബ്ദത എന്ന് പറയുമ്പോൾ. മൗനവാചാലത. നമ്മൾ കുറച്ചു നേരം നമ്മളിലേക്ക്, ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ നമ്മൾ തനിയെ അവിടെ നമുക്ക് ഒച്ച വയ്ക്കാൻ തോന്നൂല, ഇങ്ങനെ അങ്ങിരിക്കും. ഇനി ആഴങ്ങളിലേക്ക് എന്താ പോകണ്ടേന്ന് നിങ്ങൾ ചോദിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് അത് എനിക്കൊരു ഡെഫിനിഷൻ തരാൻ പറ്റില്ല. എനിക്കത് നിങ്ങൾ വിവരിച്ചു തരാൻ കഴിയില്ല. പലരും ഇപ്പൊ എന്നോട് വന്ന് അങ്ങനെയാണ് പറയുന്നത്, നിശബ്ദമായ പെൺകുട്ടി. എന്തൊക്കെയാണ് വാവു, എന്റെ സുന്ദരിക്കുട്ടി, എന്താ എന്റെ മോളൂട്ടനെ കാണോളെ. പൊന്നിന്റെ മുഖം ഇത് വേണ്ട, നോക്കണ്ട. നാഗ, സൗണ്ട് കുറവാണ്, സംസാരം സൗണ്ടിൽ വെക്കാം. നിങ്ങൾക്കെൻ്റെ സംസാരം കേൾക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ തൊട്ടടുത്ത് വരൂ. എവിടെയോ ഇരുന്നു എന്നോട് ആജ്ഞാപിക്കുന്നു, നാഗ സൗണ്ടില്ല എന്ന്. ഞാനിവിടെ നല്ല സൗണ്ടിലാണ്. ഇതിൽ കൂടുതൽ സൗണ്ട് എടുക്കാൻ എനിക്ക് പറ്റില്ല. മനസ്സിലായോ? നിന്റെ വാല് ഇതാണ്, കണ്ടോ? വാല് മറച്ചു വെച്ച്. ഇനി എങ്ങനെയാ അവരോട് സംസാരിക്കുക? റൂബി, മോളു, വാല് മാറ്റ്, നോക്ക്.
വാലെടുത്താണ്ട് അതിനകത്തിലെടുത്ത് വെച്ച് വാല് വയ്ക്കുന്നാണ് ഞാൻ എങ്ങനെ ഇനി കാര്യം പറയുന്നത്? മാറ്റി, വാല് കൊണ്ട് മാറ്റി നോക്ക്. ഇനി ഈ വാല് ഇനി നിനക്ക് ഇങ്ങനെ മൂട് തിരിഞ്ഞിട്ട് താണ്ട അതിനകത്തിൽ വാലും തിരിച്ചു വെച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ ഇനി എങ്ങനെ ലൈവ് ഇടും? ഞാൻ പറഞ്ഞ അനുസരിക്കത്തില്ല. ഒരു സകല അനുസരണശീലം ഇവക്കില്ല. ഞാൻ പറഞ്ഞ തീർച്ചയായിട്ടും അവൾ അനുസരിക്കത്തില്ല. എന്റെ മുന്നിൽ വാലും വെച്ചുകൊണ്ട് ഇരിക്കും. ഞാൻ ഇനി എന്ത് ചെയ്യാനാ? രവിക്കുട്ടൻ ചിരിച്ചു മറിയുന്നു അവിടെ കിടന്നു. നാളെ അയോധ്യയിലെ ഉദ്ഘാടനമാണ്. വരുന്നുണ്ടോ? ഞാൻ റെഡി. രവിക്കുട്ടൻ പോയിട്ട് വന്നോളൂ. അയോധ്യയിൽ പോകുന്നെങ്കിൽ അയോധ്യയിൽ പോയിട്ട് വന്നോളൂ. അയോധ്യയിലൊക്കെ പോയിട്ട് വാ. അപ്പൊ നമ്മൾ എന്താണ് പറഞ്ഞു വന്നത്? നിശബ്ദതയെ കുറിച്ച്. അപ്പൊ എല്ലാവരും എന്നെ വിളിക്കുന്നത് നിശബ്ദമായ ലേഡി, സൈലന്റ് ഗേൾ, സൈലന്റ് വുമൺ, സൈലന്റ് ലേഡി. നിങ്ങളിലും ഒരു സൈലന്റ് ഉണ്ട്. അത് ആഴങ്ങളിൽ പോകണം. നിങ്ങളൊന്ന് ഒച്ച വെച്ച് നോക്ക്. ഭയങ്കരമായിട്ട് ഒച്ച എടുത്ത് നോക്ക്. മെല്ലെ മെല്ലെ നിങ്ങൾക്ക് തോന്നും, എന്തിനാണ് ഈ ഒച്ചപ്പാടും ബഹളവും ഞാൻ ഉണ്ടാക്കുന്നത് എന്ന്. അതുപോലെ തന്നെ നിങ്ങൾ ഒന്ന് സ്വയം ചോദിച്ചു നോക്കുക. ഒച്ചയെടുത്ത് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നും, എന്തിനു ഞാൻ ഒച്ചയെടുക്കണം? മെല്ലെ സംസാരിച്ചാൽ പോരെ എന്ന്. മെല്ലെ സംസാരിക്കുമ്പോൾ തോന്നും, എന്തിനു ഞാൻ സംസാരിക്കണം എന്നും തോന്നും. എല്ലാം നിങ്ങളുടെ തോന്നലുകളാണ്. അങ്ങനെ നിങ്ങൾ ഇങ്ങനെ ഇരിക്കും, നിശബ്ദമായ വാചാകൾ. എന്റെ ഹൃദയം ഒരിക്കൽ അലറിക്കരഞ്ഞു. പക്ഷെ ഒച്ച ഉണ്ടായിരുന്നില്ല. എന്റെ ഹൃദയം അലറി അലറി കൂവുകയായിരുന്നു. പക്ഷെ അവിടെ ഒച്ച ഉണ്ടായിരുന്നില്ല. രവിക്കുട്ടൻ അവിടെ എന്താ എഴുതിയേക്കുന്നത്? അയോധ്യ രാമക്ഷേത്രത്തെ കുറിച്ച് നാഗയ്ക്ക് എന്താണ് പറയാനുള്ളത്? ഒരുപാട് ആൾക്കാരെ വിമർശനമാണ് ഫേസ്ബുക്കിൽ ഉണ്ടാകുന്നത്. നായയുടെ നായയല്ല, നാഗ. ഗാ അതിനകത്തിൽ വരുന്നില്ലേ? തന്റെ കീബോർഡിനകത്തിൽ ഗാ വരുന്നില്ലേ? ഗാ വരുന്നില്ലെങ്കിൽ കുഴപ്പമില്ല, യാ ഇട്ടാലും കുഴപ്പമില്ല. നായയല്ല, നാഗ, അല്ലെങ്കിൽ ദിവ്യ എന്ന് പറഞ്ഞോളൂ, അല്ലെങ്കിൽ ആത്മാനന്ദ ദേവി, എർത്ത് സ്കൈ. താൻ എപ്പോഴും അവിടെ നായ എന്ന് പറഞ്ഞുകൊണ്ടേ എഴുതിയിടുന്നത്. തനിക്കിനി ഗായ എഴുതാൻ അറിയില്ലെങ്കിൽ അത് പോട്ടെ. അങ്ങനെയാ. താൻ നായാന്ന് എഴുതിയും വായിക്കുന്നത് നാഗിയെന്നും ആയിരിക്കും അല്ലേ? എന്താ? രഞ്ജിത്ത് നെല്ലിക്കൽ, ജയ് ശ്രീരാം. അയോധ്യ രാമക്ഷേത്രത്തെ കുറിച്ച് നാഗയ്ക്ക് എന്താണ് പറയാനുള്ളത്? ഒരുപാട് ആൾക്കാർ വിമർശനമാണ് ഫേസ്ബുക്കിൽ ഉണ്ടാവുന്നത്. നാഗയുടെ അഭിപ്രായം. എൻ്റെ അഭിപ്രായം എന്തുവാ? എൻ്റെ കുട്ടിക്കാലം മുതലേ ഞാൻ രാമക്ഷേത്രത്തിനെ കുറിച്ച് കേട്ടറിവാണ് എനിക്കുള്ളത്. ഞാൻ ഇന്നുവരെ അവിടെ പോയിട്ടില്ല. നൂറ്റാണ്ടുകൾക്ക് മുൻപ് എന്നോ ജീവിച്ചിരുന്ന ആ മനുഷ്യനെ കുറിച്ച്, എത്രയോ കാലങ്ങൾക്ക് മുൻപ് തന്നെ ജീവിച്ചിരുന്ന ആ വ്യക്തിത്വത്തിനെ കുറിച്ച്, മനുഷ്യന്റെ ഉള്ളിൽ ഒരു രൂപഘടനയും ഒരു യാഥാർത്ഥ്യബോധം, ഒരു സത്യം അവരുടെ ഓരോരുത്തരുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ അവരതിനു വേണ്ടി ഇറങ്ങി പുറപ്പെടുന്നു. ഓരോരുത്തരുടെയും വിശ്വാസമല്ലേ, അതവരെ രക്ഷിക്കട്ടെ. അല്ലാതെ ഞാനിപ്പോ എന്താ പറയാ? ഇപ്പം എൻ്റെ കുട്ടിക്കാലം മുതലേ അവിടെ രാമക്ഷേത്രം വരണമെന്ന് പറഞ്ഞ എപ്പോഴും മത്സരിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യർ
മത്സരിക്കുകയും അതിനുവേണ്ടി തന്നെ രക്തപ്പുഴകൾ ഒഴുക്കുകയൊക്കെ ചെയ്തിട്ടുള്ള കഥകളും വാർത്തകളും ഒക്കെ തന്നെ തമ്മിൽ തല്ലിയും ഒരു മനുഷ്യന്റെ കഥ പറഞ്ഞ, അല്ലെങ്കിൽ ഒരു മനുഷ്യനെ കുറിച്ച് പറഞ്ഞ, അല്ലെങ്കിൽ ജീവിച്ചിരുന്ന എന്ന് പറയപ്പെടുന്ന, ഞാൻ പോലും കണ്ടിട്ടില്ല ആ മനുഷ്യനെ, അങ്ങനെയുള്ള ഒരാൾക്ക് വേണ്ടി മനുഷ്യർ തമ്മിൽ തല്ലിയും യുദ്ധങ്ങൾ ഉണ്ടാക്കിയും ചോരപ്പുഴകൾ ഒഴുക്കിയും ഒക്കെ കഴിഞ്ഞ് ആ ആൾക്ക് വേണ്ടി വർഷങ്ങൾ വേണ്ടി വന്നു അവിടെ ഒന്ന് സ്ഥാപിച്ചെടുക്കുവാൻ ഒരു കെട്ടിടം, അല്ലെങ്കിൽ ഒരു രൂപക്കൂട്, എന്താ പറയാ, ഒരു അടിസ്ഥാനം ഉണ്ടാക്കിയെടുക്കാൻ ഇത്ര കാലം വേണ്ടി വന്നു എന്നുള്ളതാണ്. വർഷങ്ങൾ വേണ്ടി വന്നു. കഥകളിലും അദ്ദേഹത്തിന്റെ ദുരിതങ്ങളും കഷ്ടപ്പാടുകളും ഒക്കെ തന്നെയുമാണ് പറഞ്ഞു വയ്ക്കുന്നത്. ശ്രീരാമൻ, എന്റെ അഭിപ്രായത്തിൽ ശ്രീരാമൻ നല്ലൊരു മനുഷ്യനായിരുന്നു. കഥ വായിക്കുമ്പോഴാണ് അങ്ങനെ തോന്നുന്നത്. കഥ വായിച്ചതുമല്ല, കേട്ടറിവാണ്. ഞാൻ ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിലും വായിക്കാൻ എനിക്ക് ഹരമായിരുന്നു, ഭ്രാന്തായിരുന്നു. വായനയോട് അതികഠിനമായ ഭ്രാന്തായിരുന്നു. പക്ഷേ വായിച്ച് 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 പിന്നീട് വായിക്കും തോറും അതിന്റെ ചിത്രങ്ങളെല്ലാം തെളിഞ്ഞു വന്നത് മനസ്സിലാണ്. ഇങ്ങനെ കണ്ണ് ഇങ്ങനെ വെച്ച് ഞാൻ പഠിച്ചെടുത്ത വാക്കുകൾ, അക്ഷരങ്ങൾ, പദങ്ങൾ കൂട്ടിച്ചേർത്ത് ലിപി അങ്ങനെ എഴുതി വയ്ക്കുന്നത് വായിച്ച് 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 കണ്ണുകൾ കൊണ്ട് ഇങ്ങനെ മെല്ലെ നോക്കി അത് വായിച്ച് വായിച്ച് അതിൽ ഓരോന്നും വായിച്ചു. മൗനവാചാലതയാണ്, നിശബ്ദ. ചിലപ്പോൾ ഒച്ചയെടുത്ത് വായിക്കും, ചിലപ്പോൾ മൗനത്തിലാണ്. ആ മൗനവാചാലത വായിച്ച് 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 അതിന്റെ ഒരു കഥ രൂപം പ്രാപിച്ചു വരുന്നത് മുഴുവൻ മനസ്സിലാണ്. അപ്പൊ ശ്രീരാമൻ കാട്ടിൽ പോകുന്നത്, രാമനും ഉണ്ടാകുന്നത്, സീതയും ഉണ്ടാകുന്നത്, പിന്നീട് വായന മെല്ലെ മെല്ലെ ഇങ്ങോട്ട് ഇതിലേക്ക് കയറാതെയായി. മനസ്സ് കൈവിട്ടു പോയപ്പോൾ തലച്ചോറിലേക്കൊന്നും കയറാതെയായി. കംപ്ലീറ്റ് മൊത്തം പോയി. പിന്നെ വായന അവിടെ കൊണ്ട് നിർത്തി. പിന്നെ കേട്ട് കഥകളാണ്. ആ കഥയിൽ രാമന്റെ കഥ ഒരുപാട് കേട്ടിട്ടുണ്ട്. അപ്പോ അദ്ദേഹത്തെ കുറിച്ച് എനിക്ക് പറയാനാണെങ്കിൽ എന്താ ഞാൻ പറയാ, ഒരുപാട് മനുഷ്യരുടെ ഇഷ്ടമല്ലേ അവരത് നടത്തട്ടെ. മാത്രമല്ല അയോധ്യയിൽ മാത്രമല്ലല്ലോ രാമനുള്ളത്. നിങ്ങളുടെ ഓരോരുത്തരുടെയും മനസ്സിൽ രാമനുണ്ട്. നിങ്ങളുടെ ഓരോരുത്തരുടെയും മനസ്സ് ഒരു അയോധ്യയാണ്. ഞാൻ ഈ പറയുന്നത് എന്താ പറയാ, ആഴത്തിൽ ചിന്തിച്ച് മനസ്സിലാക്കുന്നവർക്ക് എന്റെ വാക്കുകളൊക്കെ മനസ്സിലാവുള്ളൂ. നിങ്ങളുടെ ഓരോരുത്തരുടെയും മനസ്സ് അയോധ്യയാണ്. ഇനി അവിടെ സ്ഥാപിച്ചിരിക്കുന്ന ആ ബിൽഡിങ്ങിലേക്ക് അല്ലെങ്കിൽ ആ ശില്പഗോപുരത്തിലേക്ക് പോകേണ്ട ആവശ്യമില്ല. ഓരോരുത്തരുടെ ഉള്ളിലും അയോധ്യയുണ്ട്. ഓരോരുത്തരുടെ ഉള്ളിലും അവർ നിർമ്മിച്ചെടുക്കുന്ന തനിയെ വരുന്ന രാമനുണ്ട്. രാമന്റെ സീതയുടെയും വായിക്കുമ്പോൾ, കഥ വായിക്കുമ്പോൾ അല്ലെങ്കിൽ കഥ കേൾക്കുമ്പോൾ, വായിക്കുമല്ലോ, വായന എന്നിൽ നിന്നും പോയി, കംപ്ലീറ്റ് മൊത്തം പോയതാ. കഥ കേട്ടിരുന്നപ്പോഴേ പലരും അന്ന് പറഞ്ഞ കഥകളാ, പലരും പല പല കഥകളാ പറയുന്നത്. അപ്പോഴെനിക്ക് തോന്നിയിട്ടുള്ള കാര്യം പറയുന്നത്, രാമൻ നല്ലൊരു പൊളിറ്റിക്കൽ നേതാവായിരുന്നു, ഒരു രാഷ്ട്രീയ നേതാവായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. നല്ല ഉഗ്രനൊരു എല്ലാ ദുരിതങ്ങളിലൂടെയും പ്രതിസന്ധികളിലൂടെയൊക്കെ നേരിട്ട ഒരു ആളായിരുന്നു ശ്രീരാമൻ എന്ന് ഞാൻ പറഞ്ഞു വയ്ക്കുന്നു. ഇനി ഇതിന്റെ ഈ ഭാഗം എടുത്തുകൊണ്ട് വന്ന് ഇനി എന്നെ എങ്ങാണ് ഈ ലൈവിനകത്തിലെങ്ങാനും അമ്മ എന്തെങ്കിലും പറഞ്ഞിടുകയാണെങ്കിൽ പൂര തെറിയായിരിക്കും ഞാൻ പറയുന്നത്. ഓരോന്നിന്റെ പേരെടുത്ത് വെച്ച് സ്ക്രീൻഷോട്ട് എടുത്ത് യൂട്യൂബിനകത്തിലിട്ട് ഞാൻ
കാശുണ്ടാക്കും. പറഞ്ഞില്ലെന്ന് വേണ്ട. വേറെ വല്ലവരുടെയും ലൈവിനകത്തിലും ഫേസ്ബുക്കിലും പോയി സൈബർ ആക്രമണം നടത്താം എന്ന പേരിലും, അല്ലാതെ എൻ്റെ ലൈവിൻ്റെ കീഴിൽ വന്ന് അത്തരത്തിലുള്ള ആക്രമണം നടത്താം എന്ന പേരിലും ആരും വന്നു പോകരുത്. വന്നാൽ ഞാൻ എല്ലാത്തിനും വാരി വലിച്ചിട്ട് ഞാൻ ഉടുക്കും. മനസ്സിലായല്ലോ? കോണാൻ ഉടുക്കും. അതുകൊണ്ട് ഈ രാമന്റെ പേര് പറഞ്ഞു, അല്ലെങ്കിൽ രാമനെ അനുകൂലിച്ചു, അല്ലെങ്കിൽ പ്രതികൂലിച്ചു എന്ന് പറഞ്ഞുകൊണ്ട്, അനുകൂലിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ആരും എനിക്ക് പൂച്ചൊണ്ടും കൊണ്ടും വരണ്ട. പിന്നെ ഞാൻ വിമർശിച്ചു പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ആരും എനിക്ക് പൂച്ചൊണ്ടും കൊണ്ടും വരണ്ട. അപ്പോഴേ ഞാനെടുത്ത് എല്ലാത്തിൻ്റെ അവരുടെയൊക്കെ അടുത്ത് കളിക്കുമ്പോൾ എൻ്റെ അടുത്ത് വന്ന് കളിക്കാനൊന്നും വരരുത്. പറഞ്ഞത് കേട്ടല്ലോ. അപ്പോൾ രാമൻ നല്ലൊരു പൊളിറ്റിക്കൽ നേതാവായിരുന്നു എന്ന് ഞാനങ്ങ് പറയാം. ഞാൻ കണ്ടിട്ടില്ല ശ്രീരാമനെ. പിന്നെ ഹസ്ബൻഡ് വൈഫ്, ഒരു ഭാര്യയും ഭർത്താവും വെച്ച് നോക്കുമ്പോൾ അവരുടെ കഥകളിലേക്കൊക്കെ ഇറങ്ങി ചെല്ലുമ്പോൾ ഭയങ്കര പ്രതിസന്ധികളിലൂടെയായിരുന്നു അദ്ദേഹം ജീവിച്ചത്. നല്ലൊരു നേതാവ്. നിങ്ങളിലെല്ലാം നല്ലൊരു നേതാക്കന്മാരുണ്ട്. ഒരു ശ്രീരാമനുണ്ട്. പക്ഷെ നിങ്ങൾ പോലും അതറിയുന്നില്ല. സമൂഹത്തോട് പ്രതിപത്തിയുള്ള ഒരു മനുഷ്യനുണ്ട്. പക്ഷെ സീതയ്ക്ക് ശ്രീരാമന്റെ പിന്നെ എന്താ പറയാ, ശ്രീരാമന്റെ ആ തിരക്കുകളും കാര്യങ്ങളൊന്നും മനസ്സിലാക്കാൻ കഴിയാതെ പോയ വെറും ഒരു പെണ്ണായിരുന്നു സീത. ഒരു പുരുഷൻ സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ ജനങ്ങളെ സേവിക്കേണ്ട ആവശ്യമല്ലേ? അപ്പോ സീതയ്ക്ക് പക്ഷെ ശ്രീരാമന്റെ തിരക്കുകളോ കാര്യങ്ങളോ മനസ്സിലാക്കാൻ കഴിയാതെ പോയി. അവിടെയാണ് കൃഷ്ണൻ മിടുക്കനായത്. ബ്രില്യൻ്റ് ആണ് കൃഷ്ണൻ. ഈ പെണ്ണുങ്ങൾക്കൊരു കാര്യമുണ്ട്. പെണ്ണുങ്ങൾക്ക് എപ്പോഴും ഒരു പുരുഷന്റെ, ചില പെണ്ണുങ്ങൾക്ക്, എല്ലാ പെണ്ണുങ്ങൾക്കും അല്ല, ഒരു പുരുഷന്റെ ഒരു സാന്നിധ്യം എപ്പോഴും വേണം. അവരത് ആഗ്രഹിക്കുന്നുണ്ട്. എല്ലാ പെണ്ണുങ്ങളുടെയും കാര്യമല്ല പറഞ്ഞ. അപ്പോൾ പുരുഷന്റെ സാന്നിധ്യവും പെണ്ണ് ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ കിട്ടാതെ വരുമ്പോൾ അവർക്ക് സങ്കടം ഉണ്ടാവും. അവിടെയാണ് കൃഷ്ണൻ ബ്രില്യൻ്റ് ആയത്, മിടുക്കനാണ്. പ്രത്യേകിച്ച് സീതയ്ക്ക് ആടയാഭരണങ്ങളൊന്നുമില്ല. ആകെ ഉള്ളത് ഒരു കാഷായ വസ്ത്രമുണ്ട്, ഒരു രുദ്രാക്ഷമാലയുണ്ട്. അതൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ പ്രകൃതി. വേറെ മിണ്ടാനും പറയാനൊന്നും ആരുമില്ല. ഇവിടെ എന്ത് ചെയ്ത് കൃഷ്ണനാണെങ്കിൽ കൃഷ്ണന്റെ ഭാര്യമാരെ കണ്ടില്ലേ, കുറെ ആഭരണങ്ങളും ഉണ്ട്, നല്ല നല്ല തിളങ്ങുന്ന വസ്ത്രങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ കൃഷ്ണന്റെ ഭാര്യമാരൊക്കെ ആ തിളങ്ങുന്ന വസ്ത്രത്തിലും നോക്കി, കമ്മലേലും നോക്കി ഇങ്ങനെ ഇരുന്ന് മേക്കപ്പും ചെയ്ത് പൊട്ടും കുറിയൊക്കെ ഇട്ട് അങ്ങനെ അങ്ങ് നടക്കും. പെണ്ണുങ്ങൾ എപ്പോഴും ഒരുക്കക്കാരികളാണ്. അപ്പോൾ അവർക്ക് ആടയാഭരണങ്ങൾ, ആടകൾ, നല്ല തിളങ്ങുന്ന പട്ടുസാരികൾ, ഉടയാടകൾ, മേക്കപ്പ്, അതും പിന്നെ അത്യാവശ്യം കൊതിയുന്നോണയൊക്കെ പറഞ്ഞ് പെണ്ണുങ്ങൾ ആ കൂട്ടത്തിൽ അങ്ങ് പെടും. ആ സമയം കൊണ്ട് ശ്രീകൃഷ്ണൻ അടിച്ചു പൊളിച്ച് അവിടെ നടന്നു. രാമൻ അങ്ങനെ. ശ്രീകൃഷ്ണൻ എല്ലാ കാര്യത്തിലും ഇടപെട്ട് നിന്ന്. മിടുക്കനായിരുന്നു, ബ്രില്യൻ്റ് ആയിരുന്നു, പാവമായിരുന്നു. ശ്രീകൃഷ്ണനും ഒത്തിരി ദുരിതവും ദുഃഖവും ഒക്കെ അനുഭവിച്ചിട്ട് വന്നതാ. ഞാൻ കഥ വായിച്ചപ്പോഴെനിക്ക് അങ്ങനെയൊക്കെയാണ് തോന്നിയത്. നിങ്ങളിനി എങ്ങനെയൊക്കെ. കൃഷ്ണൻ എൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടാറുണ്ട് പലപ്പോഴും. ഓരോ തവണ കൃഷ്ണൻ പ്രത്യക്ഷപ്പെട്ടതിന് എന്നോട് ഓരോ കാര്യങ്ങളും പറയും. ക്രിസ്തുവും പ്രത്യക്ഷപ്പെടാറുണ്ട്, അല്ലാഹു എല്ലാം പ്രത്യക്ഷപ്പെടാറുണ്ട്. പല രൂപങ്ങളാണ്. ഒരു ദിവസം കൃഷ്ണൻ എൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത് പൂച്ചയുടെ രൂപത്തിലാണ്. ഇങ്ങനെ ചിരിക്കുന്നു. അത് ഞാനാകുന്നു എന്ന് എന്നോട് പറഞ്ഞു. ശിവനും പ്രത്യക്ഷപ്പെടാറുണ്ട്. എന്തായാലും ഈ ക്ഷേത്രം സുൽത്താന എന്ന ദേവി ഇവിടെ വന്നതോടുകൂടി ഇന്ത്യയിലെ ഒട്ടമുക്ക ദേവന്മാരും ഇവിടെ എത്തി സുൽത്താന ദേവിയെ കാണാൻ. മനസ്സിലായോ? ശ്രീരാമനും ഇവിടെ ഉണ്ട്. ഇന്ത്യയിൽ നിങ്ങൾ നിർമ്മിച്ചെടുത്ത എല്ലാ ദേവഗണങ്ങളും ഇവിടെ തന്നെ ഉണ്ട്. ഇവിടെ എൻ്റെ അടുത്തുണ്ട്. ഈ ഒട്ടുമുക്ക പ്രദേശത്തുള്ള ദേവീ ദേവങ്ങളും അങ്ങ് തിരുവനന്തപുരത്തിരിക്കുന്ന ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ വിഷ്ണുവും കൃഷ്ണനും, കൃഷ്ണനെല്ലാം കേട്ടോണ്ടിരിക്കുക, ശിവനും, അതിൻ്റെ ലിംഗം ഇവിടെ ഇരിപ്പുണ്ട്. എല്ലാവരും എൻ്റെ അടുത്തുണ്ട്.
അപ്പൊ ഈ ദേവി ഇങ്ങോട്ട് വന്നപ്പോഴത്തന്നെ ശില്പിനി ദേവി, സുൽത്താന ദേവി, യേശാദേവി ഇങ്ങോട്ട് വന്നപ്പോ യേശു ഇവിടെ വന്ന്, കൃഷ്ണനും വന്ന്, ഗണപതിയും വന്ന്, എല്ലാ ദേവീ ദേവന്മാരും ഇവിടെ വന്നു. മനസ്സിലായോ? അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാൽ ശ്രീരാമനെ കുറിച്ച് നല്ലൊരു കഥകളിൽ, കേട്ടറിഞ്ഞ കഥകളിൽ നല്ലൊരു പൊളിറ്റിക്കൽ നേതാവായിരുന്നു. നിങ്ങൾ വിചാരിക്കും നാക്ക് പൊളിറ്റിക്സ് എടുത്തത് കൊണ്ടാണോ എപ്പോഴും ഈ പൊളിറ്റിക്സിനെ ചുറ്റിപ്പറ്റി പറയുന്നതെന്ന്. ആത്മീയം പറഞ്ഞാലും അവിടെ പൊളിറ്റിക്സ് കൊണ്ടുവരുമെന്ന് പലപ്പോഴും എന്നോട് പറയാറുണ്ടായിരുന്നു. ഒരു രാഷ്ട്രീയ ബോധം എല്ലാവരുടെയും ഉള്ളിലുണ്ട്, നിങ്ങളുടെ ഓരോരുത്തരുടെയും ഉള്ളിലുണ്ട്. ആത്മീയത എന്ന് പറയുമ്പോഴേ എല്ലാത്തിലും, കണക്കിലും സയൻസിലും ജീവനിലും ഒക്കെയും ഒരു പൊളിറ്റിക്സ് ഉണ്ട്. ഈ ദേവീദേവന്മാരിലൊക്കെ ഒരു പൊളിറ്റിക്സ് ഉണ്ട്. എന്താന്ന് പറയട്ടെ, ഓരോ ദൈവങ്ങൾക്കും ഉണ്ട് ആരാധകരും ഉണ്ട്, അവരുടെയൊക്കെ അണികളുണ്ട്. ദൈവങ്ങൾക്കെല്ലാം ഓരോ അണികളുണ്ട്. അതറിയാമോ നിങ്ങൾക്ക്? നിങ്ങൾക്കൊന്നും അത് അറിയില്ല. ഞാൻ പറഞ്ഞു ഇവിടോട്ട് ഇടുമ്പോഴാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്. എല്ലാ ദൈവങ്ങൾക്കും അണികളുണ്ട്, അല്ലേ? ഇങ്ങനെ ടിഷു ടിഷു ടിഷു. ഇപ്പോഴത്തെ രാഷ്ട്രീയക്കാരെ കണ്ടിട്ടില്ലേ? ഓരോ രാഷ്ട്രീയ പാർട്ടിയിലെ ഓരോ നേതാക്കന്മാർക്കും അണികൾ കാണും. തമ്മിൽ തല്ലാനും അങ്ങോട്ടും ഇങ്ങോട്ടും പിടികൂലി ഉണ്ടാവാനും മുണ്ടുവലിച്ചു ഊരി അടിക്കാനും പിടിക്കാനും ഒക്കെ അണികളുണ്ടാവത്തില്ലേ? അതുപോലാണ് ഓരോ ദൈവങ്ങൾക്കും ഉണ്ട് ഓരോ കുറെ അണികളുണ്ട്, ആരാധകരുണ്ട്. ദൈവങ്ങൾക്കെല്ലാം ആരാധകരുണ്ട്. അതില് മനുഷ്യർ സൃഷ്ടിച്ചെടുത്ത ആരാധകരുണ്ട്, പിന്നെ നിങ്ങളെന്ന ആരാധകരുണ്ട്. നിങ്ങളും ആ കൂട്ടത്തിൽ പെടുന്ന. ദൈവങ്ങൾക്ക് വേണ്ടി തല്ലുകൂടത്തില്ലേ നിങ്ങളെല്ലാവരും? ഇല്ല, ആരൊക്കെ പറയുന്നു? നിങ്ങളെല്ലാം ദൈവങ്ങൾക്ക് വേണ്ടി അടിയുണ്ടാവത്തില്ലേ? നിങ്ങളൊക്കെ ദൈവങ്ങൾക്ക് വേണ്ടി അടിയുണ്ടാവും, അല്ലേ? കൃഷ്ണന്റെ പേര് പറഞ്ഞ അടിയുണ്ടാവും, ക്രിസ്തുവിന്റെ പേര് പറഞ്ഞ അടിയുണ്ടാവും, ശിവന്റെ പേര് പറഞ്ഞ അടിയുണ്ടാവും, ക്രിസ്തുവിന്റെ അള്ളാഹുവിന്റെ പേര് പറഞ്ഞ അടിയുണ്ടാവും, അല്ലേ? ഞാൻ അള്ളാഹുവിനെ കുറിച്ച് പറയുമ്പോൾ ഈ മുസ്ലിംസ് ഒക്കെ എന്നോട് വന്ന് പറയും, നിങ്ങൾ ഖുറാൻ പഠിച്ചിട്ടുണ്ടോ? അത് പഠിക്കരുതെന്നാണ് ഞാൻ പറയുന്നത്. ഖുറാനിൽ ഒരിക്കലും പറഞ്ഞിട്ടില്ല പഠിപ്പിച്ചു കൊടുക്കണം, പഠിക്കണം എന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല. ആരെങ്കിലും ഇവിടെ വന്ന് എഴുതി ഖുറാനിൽ പറഞ്ഞിട്ടുണ്ടോ? ഉസ്താദുമാരായാലും ഞാൻ അവരോട് ചോദിക്കും, ഒരിടത്തും പറഞ്ഞിട്ടില്ല പഠിപ്പിക്കണമെന്ന്. ഉസ്താദുമാരെങ്ങാനും ഉണ്ടോ ഇവിടെ? ഇതിനകത്തിലുണ്ടോ? ഏതെങ്കിലും ഉസ്താദന്മാർ എൻ്റെ ഈ ലൈവ് കാണുവാണെങ്കിൽ എൻ്റെ അടുത്ത് അവർ നേരെ നിന്ന് പറയത്തില്ല. ഒരിടത്ത് ഖുറാനിലൊന്നും പറഞ്ഞിട്ടില്ല പഠിപ്പിച്ചു കൊടുക്കണമെന്ന്. മദ്രസകളൊന്നും ഉണ്ടാവരുതെന്നാണ്. ഒന്നും പഠിപ്പിച്ചു കൊടുക്കരുത്, എല്ലാം സ്വയം പഠിച്ചെടുക്കണം, മനസ്സിലാക്കിയെടുക്കണം, അതാണ് വേണ്ടുന്നത്. അപ്പൊ ഞാൻ ഇതൊക്കെ പറയുമ്പോ ഇത്തിരി കഴിയുമ്പോ വാട്സപ്പിനകത്ത് വന്ന് പറയാം, ഞങ്ങളുടെ ഖുറാനെ കുറിച്ച് നിനക്ക് എന്തറിയാം, ഇനി മേലാൽ സംസാരിക്കരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരും. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഞാൻ നിങ്ങളുടെ ഖുറാനിലെ അള്ളാഹുവിനെ കുറിച്ചല്ല പറഞ്ഞത്. എനിക്ക് വേറൊരു അള്ളാഹു ഉണ്ട്. ആ അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞതാണെന്ന് കരുതിയാൽ മതി കേട്ടോ. നിങ്ങളുടെ അള്ളാഹുവിനെ ഞാൻ തൊട്ടിട്ടില്ല. അത് നിങ്ങളുടെ ഉള്ളിൽ തന്നെ ആ അള്ളാഹു അങ്ങ് കിടക്കട്ടെ. ഞാൻ പറഞ്ഞത് ഞാൻ വായിച്ച് മനസ്സിലാക്കിയ അള്ളാഹു ഉണ്ട്, ആ ആളിനെ കുറിച്ചാണ് പറഞ്ഞത്. നിങ്ങൾ തന്നെ അല്ലേ പറയുന്നത്? പലരും പറഞ്ഞു ഇക്കണ്ടതെല്ലാം സൃഷ്ടിച്ചത് അള്ളാഹു ആണ്. അപ്പൊ അക്കൂട്ടത്തിൽ എന്നെ അങ്ങ് കൂട്ടിക്കോ. എന്നെ ഇങ്ങനെ ഒരു ജന്മത്തെ സൃഷ്ടിച്ചത് അള്ളാഹു ആണെന്ന് നിങ്ങൾ അങ്ങ് കരുതിക്കോളൂ. അങ്ങനെ കരുതാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടോ? അപ്പോ എൻ്റെ അടുത്ത് ഒരു മുസ്ലിമും ഒരു ക്രിസ്ത്യാനിയും ഒരു ഹിന്ദുവും തർക്കം കൊണ്ട് വരരുത്. കൊണ്ട് വന്നാൽ നിങ്ങൾ തോറ്റു പോവുകയുള്ളൂ. എൻ്റെ ബുദ്ധിയോ എൻ്റെ ചിന്തയെയോ അളക്കാനൊന്നും നിങ്ങൾ വരേണ്ടതില്ല. കാരണം ഇത് വെച്ച് കഴിയുമ്പോഴേ വരുമെന്നേ. ഞാൻ കള്ളത്തരമല്ല, തമാശയല്ല പറഞ്ഞത്. വെച്ച് കഴിയുമ്പോൾ ഈ ലൈവ് കട്ട് ചെയ്തു കഴിയുമ്പോഴേ എൻ്റെ ഇൻബോക്സിലേക്ക് വന്നിട്ട് പറയും, രവിക്കുട്ടൻ ഇങ്ങനെ കാണിക്കുന്നു, കുറെ ലവ് ചിഹ്നമൊക്കെ കൊടുത്തിട്ടുണ്ട്, ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്.
അപ്പൊ കുറെ പേര് അവിടെ വന്ന് പിന്നെ എന്നോട് യുദ്ധം ചെയ്യാനിരിക്കും. യുദ്ധം പോലും ചെയ്യരുതെന്നാണ് അള്ളാഹുവിന്റെ കൽപ്പന. മനസ്സിലായോ? പ്രത്യേകിച്ച് അന്യ സ്ത്രീകളുടെ അടുത്ത്. ഞാൻ അന്യ സ്ത്രീയാ, അപ്പൊ നിങ്ങളൊന്നും എന്നോട് യുദ്ധം ചെയ്യാൻ വരരുത്. മനസ്സിലായോ? നിങ്ങളൊന്നും നല്ല രീതിയിൽ ഖുർആൻ വായിച്ചിട്ടില്ല, അതുകൊണ്ടാണ് നിങ്ങളെയൊക്കെ കുഴപ്പം. ഖുർആൻ പാരായണം ചെയ്യണം, അപ്പൊ പിന്നെ നിങ്ങൾക്ക് ഒന്നും മിണ്ടാൻ പോലും പറ്റത്തില്ല. നിങ്ങൾ നിശബ്ദ ലേഡിയായി. എല്ലാരും എന്നെ നിശബ്ദ ലേഡി എന്നാ വിളിക്കുന്നത്. നിശബ്ദരായി പോകും. നേരാവണ്ണം ഖുർആൻ ആര് വായിച്ചവോ അവർക്കൊന്നും പിന്നെ ഒന്നും മിണ്ടാൻ പോലും പറ്റത്തില്ല. അതേ അവസ്ഥയായി പോകും. മനസ്സിലായോ? അതിനകത്ത് തന്നെ കുഴപ്പമുണ്ട്. മനുഷ്യന്റെ രൂപഘടന വളരെ സുന്ദരമാണെന്ന്. മനുഷ്യന്റെ ഘടന വളരെ സുന്ദരമാണെന്ന് ഖുറാനിൽ പറഞ്ഞിരിക്കുന്നത് ശരിയാണ്. മനുഷ്യന് പ്രത്യേകിച്ചൊരു രൂപഘടനയില്ല. ഒന്നിനും പ്രത്യേകിച്ചൊരു രൂപഘടനയില്ല. ആണിന് വേറൊരു രൂപം, പെണ്ണിന് വേറൊരു രൂപം. ചിലർക്ക് കൈയില്ല, ചിലർക്ക് കാലില്ല, ചിലർക്ക് പിന്നെ അവയവങ്ങൾക്കെല്ലാം ഇത്തിരി നമ്മളുടെ എൻ്റെ അവയവങ്ങളെ പോലെ ആയിരിക്കത്തില്ല മറ്റൊരാളുടെ അവയവം. അങ്ങനെയൊക്കെയാണ്. അപ്പൊ നമ്മുടെ കാഴ്ചപ്പാട് അതിനെ സുന്ദരമാക്കിയെടുക്കണം. നമ്മുടെ കാഴ്ചപ്പാട് വേണം നമ്മൾ സുന്ദരമാക്കേണ്ടത്. അതാണ് പറഞ്ഞിരിക്കുന്ന മനോഹരമായ രൂപഘടനയെന്ന്. മനസ്സിലായോ? പിന്നെ ഒരു ഉസ്താദുമാര് പോലും ഇത്രയും ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരില്ല. ഇനി ബൈബിളിലെ കാര്യവും ഞാൻ പറയാം കേട്ടോ. ആർക്കെങ്കിലും സംശയം ഉണ്ട് എന്നുണ്ടെങ്കിൽ 70 34 766 363 അതിലേക്ക് സംശയം ചോദിക്കാൻ വേണ്ടി വരരുത്. കാരണം സംശയങ്ങൾ പോലും ചോദിക്കരുത് എന്നാണ്. മനസ്സിലായോ? സ്വയം മനസ്സിലാക്കിയെടുക്കണം. അപ്പൊ നമുക്ക് വയ്ക്കാം. പ്രിയ മക്കളെ, കയ്യിൽ ഫോൺ കൊടുക്കാൻ വയ്യ. നിമ അരുൺദാസ്. എടോ നിമ, താൻ ആദ്യം തന്നെ വേണം. താൻ ഇതിന്റെ മക്കളെ ഉണ്ടാക്കിയത്. താൻ മക്കളെ ഉണ്ടാക്കി ഇട്ടിട്ടുണ്ടെങ്കിൽ അതിനെ നിയന്ത്രിക്കേണ്ട രീതി തനിക്കാണ്, അല്ലാതെ എവിടെയോ കിടക്കുന്ന എനിക്കല്ല. കേട്ടോ നിമേ? കേട്ടോ? പിള്ളേരെ വളർത്തുന്ന രീതിക്ക് വളർത്തണം, അല്ലാതെ എവിടെയോ ജീവിക്കുന്ന എൻ്റെ അടുക്കലല്ല. തന്നോട് ഞാനിപ്പോ തെറി വിളിക്കാൻ വന്നോളൂ. ഇത്രയും നേരം ഞാൻ സംസാരിച്ചതാ. തന്നെ ഞാൻ തെറി വിളിക്കാൻ വന്നോ നിമേ? താൻ എന്തിനാ പിള്ളേരെ ഉണ്ടാക്കിയിട്ടത്? എന്നേക്കാൾ വലിയ ഒരു ചീത്തക്കാരിയാണ് താൻ ചെയ്തത്. എന്നിട്ട് എന്നോട് പറയുന്ന മക്കളുടെ കയ്യിൽ ഫോൺ കൊടുക്കാൻ വയ്യാന്ന്. വളർന്നു കിടന്ന് പിള്ളേരെ ഉണ്ടാക്കിയപ്പോഴറിയണമായിരുന്നു താൻ ചെയ്തത് നല്ലതാണോ. കുട്ടികൾ എങ്ങനെ ഉണ്ടാവുന്നത്? അപ്പൊ താൻ ചെയ്തത് നല്ല പ്രവൃത്തിയാണോ? ചിന്തിച്ചു നോക്ക്. മക്കളുടെ കയ്യിൽ ഫോൺ കൊടുക്കുക. താൻ ഇതിനെ മക്കളെ ഉണ്ടാക്കിയിട്ടത് എന്നോട് ചോദിച്ചിട്ടാണോ താൻ മക്കളെ ഉണ്ടാക്കിയത്? മക്കളെ ഉണ്ടാക്കിയിട്ടിട്ടുണ്ടെങ്കിൽ അതിനെ വളർത്താനുള്ള എല്ലാ കാര്യങ്ങളും താൻ വേണം ചെയ്യേണ്ടത്. കുട്ടികളുടെ കയ്യിലോട്ട് ഫോൺ കൊടുത്തിട്ട് അത് തന്നെയൊക്കെ പിടിച്ച് എന്തോ ചെയ്യേണ്ടതെന്നറിയാവോ? കൊച്ചു കുട്ടികളുടെയൊക്കെ കയ്യിൽ ഫോൺ കൊടുത്തിക്കുന്ന താൻ ആടോ ഏറ്റവും വലിയ കുറ്റം ചെയ്യുന്നത്. അതായത് ഞാനല്ല. രവിക്കുട്ടൻ നാടെ പൊട്ടിച്ചിരിക്കുന്നു. കുട്ടികളെ ഉണ്ടാക്കിയിട്ടിട്ട് കൊച്ചു പിള്ളേരുടെ കയ്യില് കുട്ടിക്കാലത്തെ ഫോൺ അങ്ങ് കൊടുക്കും. അതിന്റെയൊക്കെ കണ്ണും അടിച്ചു പോകും, വിരലും പോകും, എല്ലാം പോകും. അപ്പൊ താനാണ് അതിന് കുറ്റം ചെയ്യുന്നത്. അതിന് എവിടെ കിടക്കുന്ന എന്റെ നേരെ പറയാൻ വരുന്നോ? മക്കളുടെ കയ്യില് ഫോൺ കൊടുക്കാൻ വയ്യാന്ന് ഞാൻ പറഞ്ഞിട്ടാണ് അതാ മക്കളെ ഉണ്ടാക്കിയത്. ഈ ലോകത്ത് ഒരുപാട് പേര് ജീവിക്കുന്നുണ്ട്. താൻ അവരോടൊക്കെ ചെന്ന് പറയോ? നീയാണിപ്പോ പെണ്ണുങ്ങളെ പറയിപ്പിക്കാനായിട്ട് ഇവിടെ വന്ന് ഇങ്ങനെ എഴുതിയിടുന്നത്. ജസ്റ്റിൻ ജോസ് ചേലക്കര പൊട്ടിച്ചിരിക്കുന്നു. എല്ലാരും പൊട്ടിച്ചിരിക്കുക എന്റെ മറുപടി കേട്ട്. നീ പോ പെണ്ണെ. ആണുങ്ങളെല്ലാം വന്നിരുന്ന് ചിരിക്കുക. നീ എല്ലാരും ആണുങ്ങളെല്ലാം കൂടി ഇനി ഇറങ്ങി വന്ന് പൊട്ടി ചിരിക്കുന്ന സ്മൈലി ഇടൂ ഇവിടെ. നീ മിണ്ടാതിരിക്കുക അവിടെ. അങ്ങനെ നീ നിന്റെ എഴുത്ത് നിർത്ത്. കൊച്ചുങ്ങള്
നാഗെ റിപ്ലൈ അടിപൊളിന്ന് ശ്രീഹരി ശ്രീഹരി. ആണുങ്ങളല്ലേ ഇറങ്ങുന്നു എനിക്ക് അനുകൂലമായിട്ട്. എന്റെ പൊന്നു പെണ്ണെ നീ പോ, ഞാൻ ഇവിടെ ലൈവ് കട്ട് ചെയ്യാൻ പോവുക. കുട്ടികളെ ഉണ്ടാക്കിയിട്ടിട്ട് എവിടെ കിടക്കുന്ന എന്നോട് പറയുക ഞാൻ മാന്യമായിട്ട് ജീവിക്കണമെന്ന്. നീ ഇപ്പൊ തള്ളയാണോ? നീ ഈ ലൈവ് ഓഫാക്കിയിട്ട് നിന്റെ കൊച്ചിന്റെ കയ്യിലിരിക്കുന്ന ഫോണ് വാങ്ങിച്ചു വെക്ക്. കുഞ്ഞു കുട്ടികളുടെ കയ്യിലോട്ട് ഫോണും കൊടുത്തിട്ട് പിന്നെ എന്താ അതിന്റെയൊക്കെ കണ്ണും അടിച്ചു പോകും, മൂക്കും അടിച്ചു പോകും, സകലമായ തലച്ചോറും അടിച്ചു പോകും. നീ ആദ്യം നിന്റെ കുട്ടികളെ നന്നാക്കാൻ നോക്ക്. എവിടെ കിടക്കുന്ന എന്റെ നേരെ എനിക്കിത് സംസാരിക്കണ്ടേ? ഞാൻ ഇവിടുത്തെ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങൾ ഇപ്പൊ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇടയ്ക്ക് വന്ന് എന്നെ പഠിപ്പിക്കാൻ വരുന്നു. പിള്ളേരെ ഉണ്ടാക്കി ഇടിയും ചെയ്യും. ഈ പിള്ളേരെ ഉണ്ടാക്കിയിട്ടപ്പോ അറിഞ്ഞില്ലേ ഈ സമൂഹത്തിലേക്കാണ് ഉണ്ടാക്കിയിട്ടേന്ന്. പിള്ളേരെ ഉണ്ടാക്കി ഇടുവാണെങ്കിൽ അതിനെയൊക്കെ വളർത്താനുള്ള ചുമതല എടുക്കേണ്ട മാതാവാണ്. അതിന് പറ്റിയില്ലെങ്കിൽ നീ ഇപ്പൊ ലൈവ് കട്ട് ചെയ്തിട്ട് ആ കൊച്ചിന്റെ കയ്യിലിരിക്കുന്ന ഫോണ് പിടിച്ചു വാങ്ങിച്ചു അങ്ങനെ വെക്ക്. കൊച്ചിലെ പിള്ളേർക്ക് ഫോണും എടുത്ത് കളിക്കാൻ കൊടുത്തിട്ട് എന്നോട് വന്ന് പറയുക മക്കളുടെ കയ്യിൽ ഫോണ് കൊടുക്കാൻ പറ്റില്ല. നിന്റെയൊക്കെ വായിലിരിക്കുന്ന തെറി ആ കുട്ടികൾ ആദ്യം പഠിക്കുന്നത്, അത് മനസ്സിലാക്കുക. കുട്ടികളെ ഉണ്ടാക്കുന്നതിന് കുഴപ്പമില്ല. ആണും പെണ്ണും കൂടി ചേർന്ന് പിള്ളേരുണ്ടാവും, അത് സ്വാഭാവികമാണ്. അതങ്ങനെയായി ആവുന്നതാണ്, അത് വേണം. പക്ഷെ അതിന്റെ പേരിൽ ഈ ലോകത്തുള്ള നീ ഒരു കൊച്ചിനെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞുകൊണ്ട് ഈ ലോകത്തുള്ളവരൊന്നും മിണ്ടാതിരിക്കണമെന്ന് പറഞ്ഞാല് എന്ത് കഷ്ടമാണ്. പിന്നെ കള്ള വന്നു എന്റെ അടുക്ക് വന്ന് എന്നോട് പറയുക സപ്പോർട്ട്, ആ വിഷയം വിട്ടുകളമുത്തേ അങ്ങ് വിടാൻ മോനെ. ഇത്തരത്തിലുള്ള പെണ്ണുങ്ങളെ എനിക്കൊന്ന് അനുസരണ പഠിപ്പിക്കണം. ഇങ്ങനെ കുറെ പെണ്ണുങ്ങളുണ്ട് വളർന്നു കിടന്ന് പിള്ളേരെ ഉണ്ടാക്കിയിട്ട് ആണിന്റെ കീഴിൽ കിടന്ന് എല്ലാം അനുഭവിച്ചിട്ട് കൊച്ചുങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങി വരുന്നുണ്ടെയാണ് അവര് സമൂഹത്തെക്കുറിച്ച് അറിയുന്നത്. അതുവരെ സമൂഹത്തെക്കുറിച്ച് അറിയണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ ഒരു നിന്നെ പോലെ ഒരെണ്ണം ഇങ്ങനെ ഇങ്ങോട്ട് ഇറങ്ങി വരുമെന്ന് നിനക്ക് അന്നേരം ബോധ്യപ്പെട്ടില്ലയോ? അതുവരെ നിനക്ക് ബോധ്യപ്പെട്ടില്ലയോ സമൂഹത്തിലേക്കാണ് നീ കുട്ടികളെ ജനിപ്പിക്കുന്നതെന്ന്? ഇപ്പൊ നിനക്കെന്തോ പേടി വരുന്നോ? നീ എന്തൊക്കെയാണോ ചെയ്തത് അതുപോലെ തന്നെ ആ കുട്ടിയും ചെയ്തിരിക്കും. ആ കുട്ടി സമൂഹത്തിലാണ് ജീവിക്കുന്നത്. എന്നോട് മാന്യമായി എന്നെ നിങ്ങൾക്ക് ഞാൻ എന്തിനു നിന്നെ അറിയണം? എന്തിനു ഞാൻ നിന്നെ അറിയണം? എനിക്ക് നിന്നെ അറിയേണ്ട കാര്യമില്ല. ഞാൻ മാന്യമായിട്ട് തന്നെയാണ് സംസാരിക്കുന്നത്. ഞാൻ നല്ല മാന്യമായിട്ട് അറിവുള്ളവര് പറയും ഞാൻ മാന്യമായിട്ട് സംസാരിക്കുന്നതെന്ന്. ഞാൻ മാന്യമായിട്ടാണ് സംസാരിക്കുന്നത്. കാര്യമായ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. പിള്ളേർ വേണം സമൂഹത്തില്, പിന്നെ കുട്ടിയും കുഞ്ഞുങ്ങളും എല്ലാം വേണം. പക്ഷെ നീ ചെയ്യുന്നത് നല്ലതാണോ? അറിയാൻ വയ്യാത്ത കൊച്ചു കുഞ്ഞുങ്ങളുടെ കയ്യിലോട്ട് ഫോൺ എടുത്തു കൊടുത്തിട്ട് ഈ ലോകത്തുള്ളവരെല്ലാം നിശബ്ദത പാലിക്കുക എന്ന് പറയുമ്പോൾ നിന്റെ ആ കൊച്ചിന് വേണ്ടി ഞങ്ങളെല്ലാരും ഞാനൊക്കെ എന്തോ മിണ്ടാതിരിക്കണോ? നിന്നെ എനിക്ക് അറിയേണ്ട ഒരു കാര്യമില്ല. നിന്നെപ്പോലുള്ള തള്ളമാരെ ഞാൻ മര്യാദ പഠിപ്പിക്കും. ഇനി ഒരാളുടെ അടുക്ക ചെന്ന് ഇങ്ങനെ പറയരുത്. ഈ സമൂഹത്തിൽ ജീവിക്കുന്നുണ്ടെ ഇങ്ങനെയാണ്. കൊച്ചു കുഞ്ഞുങ്ങളുടെയൊക്കെ കയ്യിലോട്ട് മൊബൈലും എടുത്തു കൊടുത്തിട്ട് പിന്നെ സമൂഹത്തിലുള്ളവരോട് പറയുക നിങ്ങൾ അനങ്ങാതിരിക്കണമെന്ന് പോലും. എന്ത് കഷ്ടമെന്ന് പറഞ്ഞാട്ടെ. നാഗച്ചേച്ചി കഥയില്ലാത്ത വിഷയമാണ് അത് പോട്ടെ. നാഗെ ലൈറ്റ് ഇടോ, വീട്ടിൽ കാണുക. അപ്പൊ ഞാൻ കട്ട് ചെയ്യുന്നു. ഇപ്പം ലൈവ് ഞാൻ കട്ട് ചെയ്യുമോ ഇവിടുത്തെ ലൈവ്? ഇനി ലൈറ്റ് ഇടാൻ വേണ്ടി ഞാൻ ഇവിടുന്ന് എണീറ്റ് ഇനി അങ്ങ് പോകണം. കുറച്ചു നേരം നിങ്ങൾ എന്നെ ഇരുട്ടിത്തി കാണും കേട്ടോ.
അപ്പോൾ എല്ലാവരും നല്ലവണ്ണം ഇണയേരുക, കുഞ്ഞുങ്ങളൊക്കെ വേണം. ഞാൻ ആ പെണ്ണിന് കൊടുത്ത മറുപടി മാത്രമാണ്. എനിക്ക് ദേഷ്യം വന്നപ്പോൾ ആ പെണ്ണിന് കൊടുത്ത മറുപടിയാണ്. ഞാൻ ഇനി അങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് ആരും കുട്ടികളെ ഉണ്ടാക്കാതെ ഒന്നിരിക്കില്ല. കുട്ടികളെയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഉണ്ടാക്കാം കേട്ടോ, ഏത് രീതി വേണമെങ്കിലും ഉണ്ടാക്കാം. പക്ഷെ അവർക്ക് ഇങ്ങനെ ഒരു മറുപടി എനിക്ക് കൊടുക്കണമായിരുന്നു, അല്ലെങ്കിൽ അതൊരു എളുതരമായിപ്പോവും. ഇതുപോലെ കുറേ പെണ്ണുങ്ങൾ അങ്ങ് ഇറങ്ങും. നീ ആരാണെന്നാണ് നിന്റെ വിചാരം? ഞാൻ ആരോ ആയിക്കോട്ടെ. ശരിയെങ്കിൽ ഒട്ടും കാണാൻ പറ്റുന്നില്ല, ഞങ്ങൾ കെടുത്തുവാണ് മക്കളെ. എനിക്ക് ഉണ്ട് 3 ആളെന്നാകെ. ശരി രവിക്കുട്ട, 3 പോരാ, ഇനിയും വേണമെങ്കിൽ കുട്ടികൾ ജനിപ്പിച്ചോ കേട്ടോ. ഇഷ്ടംപോലെ കുട്ടികൾ നിങ്ങൾ ഉണ്ടാക്കിക്കോ കേട്ടോ. എല്ലാ അനുഗ്രഹങ്ങളും ഞാൻ തരുന്നു. ശരിയെങ്കിൽ ആ ഭാര്യയെയും അതുപോലെ ഒന്ന് നോക്കണം കേട്ടോ. അതിൻ്റെ ശരീരമൊക്കെ ഒന്ന് നോക്കണം കേട്ടോ. ശരി മോനെ, ശരിയെങ്കിൽ എല്ലാവർക്കും നല്ലത് വരട്ടെ. വല്ലതുമൊക്കെ കഴിക്കണം. രണ്ടുപേരും ആ പരിപാടി മാത്രം, ആ മനോഹരമായ കലയിൽ മാത്രം ഏർപ്പെട്ടാൽ പോരാ. നിങ്ങളുടെ ശരീരമൊക്കെ നോക്കണം. വല്ലതും തിന്നും കുടിച്ചൊക്കെ ഇരിക്കണം. ഇപ്പോൾ നല്ല ഉണക്കാണ്. നന്നായിട്ട് വെള്ളമൊക്കെ കുടിക്കണം കേട്ടോ. എല്ലാവരോടും കൂടി പറയാം. ശരിയെങ്കിൽ